Hi friends, welcome to Simis Nadan Kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മാംഗോ സ്മൂത്തി ആട്ടോ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണിത്. ചൂട് സമയത്ത് ഇതുപോലെ ഒരു ഡ്രിങ്ക് ഒക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ഷീണമൊക്കെ മാറാനൊക്കെ ഒത്തിരി നല്ലതാട്ടോ. അപ്പോൾ ഒത്തിരി പഴുത്ത മാങ്ങയൊക്കെ കിട്ടുന്ന സീസണല്ലേ. ആൾക്കാരുടെ വീട്ടിലും കാണും പഴുത്ത മാങ്ങ അല്ലേ. അപ്പോൾ ഇതുപോലെ ഒരു വെറുതെ പൊഴിഞ്ഞു പോകുമ്പോഴത്തേക്ക് ഇതുപോലെയൊക്കെ എടുത്തിട്ട് മാങ്ങ എടുത്തിട്ട് ജ്യൂസ് അടിച്ച് ഉണ്ടാക്കി നോക്കൂട്ടോ. വളരെ ടേസ്റ്റാണ്, എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ 4 പഴുത്ത മാങ്ങയാണ് എടുത്തേക്കണത്. ഇത് ഈ വലിപ്പമുള്ള കോമാങ്ങ കേട്ടോ, അത് വലിയ പീസായിട്ട് മുറിച്ചത്. ചെറിയ പഴം, 1 കപ്പ് പാല് ഫ്രീസറിൽ വെച്ചിട്ട് ഐസാക്കി എടുത്തത്. 250 ml ഒരു കപ്പാട്ടോ. കുറച്ചധികം ഐസ്, മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര, കുറച്ച് തണുത്ത വെള്ളം, ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുത്തത്, 1/2 ടേബിൾ സ്പൂൺ കസ്കസ് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചത്. ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ ഇതുപോലെ വീർത്ത് വരും. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിൻ്റെ അകത്തേക്ക് മാങ്ങയുടെ പീസ് ഇട്ട് കൊടുക്കാം. നമ്മൾ വലുതാക്കി മുറിച്ച മാങ്ങയുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. പഴം ഇട്ട് കൊടുക്കാം. പഴം ഒരുപാട് ചേർക്കേണ്ട, ഏറ്റവും ചെറിയൊരു പഴം എടുത്ത് വെച്ചാൽ മതി. നമ്മൾ അധികം ചേർത്ത് കഴിഞ്ഞാൽ പഴത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ നിൽക്കേണ്ടത്. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന മാംഗോ സ്മൂത്തി അല്ലേ, അപ്പം മാംഗോൻ്റെ ടേസ്റ്റ് ആയിരിക്കണം മുന്നിൽ നിൽക്കേണ്ടത്. ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർത്തോളൂ കേട്ടോ. ചില മാങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടാവും, അപ്പോൾ ഈ 2 ടേബിൾ സ്പൂണിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവത്തില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. ഒരുപാട് വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാങ്ങ അരയാൻ താമസമായിരിക്കും. ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. നല്ല സ്മൂത്തായിട്ട് വേണം അരച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ അധികം വെള്ളമൊന്നുമില്ല. നമ്മൾ വെള്ളം അധികം ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റത്തില്ല. ഈ എടുത്തേക്കണ മാങ്ങ നാരുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഇത് നാരൊന്നുമില്ലാത്ത മാങ്ങ കേട്ടോ. ഇനി ഇതിലേക്ക് പാല് തണുപ്പിച്ചെടുത്ത് ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഐസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ട്രേ ഐസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നല്ല ക്രീമി ഒരു ടെക്സ്ചർ വരും. അതുവരെ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതാണ് കേട്ടോ ഞാൻ അടിച്ചെടുത്തേക്കുന്നത്. നല്ലൊരു ക്രീമി പരുവത്തിലായിരിക്കുന്നത്. ഇതുണ്ടോ, ഞാനിതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. തിക്നെസ് കുറച്ച് കൂടുതലാണ്, ഇച്ചിരി ആഡ് ചെയ്യാം. ഇനി ഇത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് ആദ്യമേ ചേർക്കുന്നത് കസ്കസാണ്. കുതിർത്ത് വെച്ചേക്കണ കസ്കസ് അടിയിലിട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ജ്യൂസ് അടിച്ച് വെച്ചേക്കുന്നത് നമുക്ക് അതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞ മാങ്ങയുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടേച്ചാൽ മതി കേട്ടോ. അതിനുശേഷം വീണ്ടും കസ്കസ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. അതിനുശേഷം വീണ്ടും കട്ട് ചെയ്ത മാങ്ങ ഇട്ട് കൊടുക്കാം. അടിയിൽ കുറച്ച് കസ്കസ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മാംഗോ ജ്യൂസ് അടിച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും മാംഗോ പീസസും കുറച്ച് കസ്കസൊക്കെ ഇട്ടിട്ട് കുറച്ച് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ അപ്പോൾ നമ്മുടെ മാംഗോ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ അകത്ത് കുറച്ച് കസ്കസൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അത് അങ്ങനെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരീരം തണുക്കാനൊക്കെ ഒത്തിരി നല്ലതാട്ടോ ഈ കസ്കസ്. അപ്പോൾ ഇതെങ്ങനെയാണ് കാണിച്ചു തരാം. ഇതൊന്ന് കഴിക്കാൻ നേരത്തെ ഇതായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാതെ നല്ല കുറച്ച് ക്രീമി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ ഇത് കുടിക്കാനായിട്ട്. ഇപ്പോൾ എന്തെങ്കിലും ഇതിപ്പോൾ ഇത്രയും തിക്കാക്കണ്ട എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കാം കേട്ടോ. പക്ഷേ ഇത് ഇങ്ങനെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. ഇങ്ങനെ കഴിക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് നല്ല റിച്ചായിട്ട് തോന്നുന്നത് കേട്ടോ. ഇതുപോലെ ആട്ടോ ഇരിക്കുന്നത്, നല്ല ക്രീമി ഐസ്ക്രീം കണക്കായിരിക്കുന്നത്. ഇത് നല്ല കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
ഇഷ്ടമായിട്ടില്ലെന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ ഞാൻ ചെയ്ത വീഡിയോൻ്റെ മിസ്റ്റേക്ക് എന്താണെന്നും കൂടി ഒന്ന് പറയണം കേട്ടോ. എന്നാൽ മാത്രമല്ലേ എനിക്ക് അറിയത്തുള്ളൂ ഞാൻ ചെയ്ത വീഡിയോൻ്റെ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത്. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്